നമസ്കാരം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വളരെ പരിതാപകരമാണ്, അത്ര ഊഷ്മളമല്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ഗാൽവാനിലെ ആക്രമണത്തിന് ശേഷമാണ്, ഗാൽവാൻ സംഘർഷത്തിന് ശേഷമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിന് അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിന് വലിയ ഉലച്ചിലുകൾ നേരിട്ടത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും അതിർത്തി പ്രശ്നങ്ങളാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ സംഘർഷത്തിന് അല്ലെങ്കിൽ മോശമായ നയതന്ത്ര ബന്ധത്തിന് കാരണം. ഇന്ത്യയും ചൈനയും അതാത് സൈന്യങ്ങളെ, ഒരു രാജ്യത്തിൻ്റെയും സൈന്യം വരാൻ പാടില്ലാത്ത മേഖലകളിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യം മുഖാമുഖം നിൽക്കുകയാണ്. ഈ മേഖലകളിൽ ആദ്യം സൈന്യത്തെ വിന്യസിച്ചത് ചൈനയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൈനയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെ, അതിർത്തി മാന്താൻ വരുന്ന ആ രാജ്യത്തിന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെ ഇന്ത്യൻ സൈനികരും വർഷങ്ങളായി മുഖാമുഖം നിൽക്കുകയാണ്, പ്രത്യേകിച്ചും ലഡാക്കുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രദേശങ്ങളിലൊക്കെ. ഇവിടെ നിന്നും ചില പ്രദേശങ്ങളിൽ നിന്നൊക്കെ സേനയെ പിൻവലിക്കാൻ ചൈന കഴിഞ്ഞ കാലങ്ങളിൽ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പല മേഖലകളിലും ഇരു രാജ്യങ്ങളുടെയും സൈന്യം മുഖാമുഖം നിൽക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പൂർവ്വസ്ഥിതിയിലാക്കണം എന്ന് ചൈന കഴിഞ്ഞ കുറേ നാളുകളായി ആവശ്യപ്പെടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലും മറ്റും വെച്ച് നടക്കുന്ന ഉച്ചകോടിക്കിടെ നടക്കുന്ന സംഭാഷണങ്ങളിലൊക്കെ ചൈന ഈ ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ നിലപാട് എന്നത് ആദ്യം അതിർത്തിയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുക, രാജ്യത്തിൻ്റെ അതിർത്തി മാന്താനുള്ള ശ്രമങ്ങളിൽ നിന്നും പിന്മാറുക, അതിനുശേഷം മറ്റെല്ലാ മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ് ഇന്ത്യ ചൈനയോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ നിലപാട് അതാണ്. പക്ഷേ ഈ പ്രശ്നം മാറ്റിവെച്ചുകൊണ്ട് മറ്റു മേഖലകളിൽ, വ്യാപാരമടക്കയുള്ള മറ്റു മേഖലകളിൽ കൂടുതൽ ബന്ധം ഊഷ്മളമാക്കണമെന്ന ആവശ്യമാണ് ചൈന മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇന്ത്യ അതിന് മുഖം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഉച്ചകോടിയിൽ വെച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും ചൈനീസ് വിദേശകാര്യമന്ത്രിയും തമ്മിൽ കൂടിക്കണ്ടപ്പോൾ തീർച്ചയായും ഇനി അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാകാം എന്ന് ചൈന അറിയിച്ചിരുന്നു. അന്ന് തന്നെ ചില ചർച്ചകൾ നടന്നിരുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആസിയാൻ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ ദിശയിലേക്ക് ഇരു രാഷ്ട്രങ്ങളും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. പ്രധാനമായും ചൈന ഇന്ത്യയെക്കുറിച്ച് പറയുന്ന പരാതികൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചാണ്. അതായത് ചൈനീസ് നിക്ഷേപം, 3 കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. പ്രധാനമായും അതിലൊന്ന്, ചൈനീസ് നിക്ഷേപം സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല. ഇന്ത്യയിലേക്കുള്ള ചൈനീസ് നിക്ഷേപത്തെ ഇന്ത്യ തടഞ്ഞു വയ്ക്കുന്നു. പരിമിതമായ മേഖലകളിൽ നിക്ഷേപം അനുവദിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് വളരെ കൃത്യമായ സൂക്ഷ്മ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് ഇന്ത്യ അനുവദിക്കുന്നത്. ഇന്ത്യ പൊതുവെ വിദേശ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒരു രാജ്യമാണ്. വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കാനായി പലതരത്തിലുള്ള പദ്ധതികളുമായി കാത്തിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഏറ്റവും ഒടുവിലായി വിദേശ കമ്പനികൾക്കുള്ള നികുതിയിലടക്കം ഇളവ് വരുത്തി ബഡ്ജറ്റ് പ്രഖ്യാപിച്ച ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള രാജ്യം തങ്ങളുടെ വിദേശ നിക്ഷേപത്തെ അല്ലെങ്കിൽ തങ്ങളുടെ നിക്ഷേപത്തെ മാത്രം എതിർക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ചൈന ഉന്നയിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ചൈനീസ് കമ്പനികളുമായി അല്ലെങ്കിൽ ചൈനീസ് കമ്പനികളോട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങളോട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടാണ്. പല ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ഇന്ത്യ അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ചും ഈ ഇലക്ട്രോണിക് ആപ്പുകൾ, പലതരത്തിലുള്ള ചൈനീസ് ആപ്പുകൾ, ഗെയിമിംഗ് ആപ്പുകളും അതുപോലെ തന്നെ സമൂഹ മാധ്യമ ആപ്പുകൾ, ലോൺ ആപ്പുകൾ, ഇതൊക്കെ വലിയ രീതിയിൽ കൂട്ട നിരോധനം തന്നെ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിക്ടോക്ക് പോലുള്ള സമൂഹ മാധ്യമ ഭീമന്മാരെയെല്ലാം ഇന്ത്യ പടിക്ക് പുറമെ അല്ലെങ്കിൽ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് ഒഴിവാക്കണം, ഈ നിരോധനങ്ങളൊക്കെ നീക്കണം എന്നാണ് ചൈന ആവശ്യപ്പെടുന്നത്. മൂന്നാമത്തെ കാര്യം, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസ് അത് ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2020 കോവിഡ് വ്യാപനത്തോടനുബന്ധിച്ചിട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസ് നിർത്തലാക്കിയത്. പക്ഷേ മറ്റെല്ലാ വിമാന സർവീസുകളും പുനഃസ്ഥാപിച്ചിട്ടും ചൈനയുമായി ഉള്ള വിമാന സർവീസുകൾ ഇന്ത്യ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. കോവിഡ് കാലത്താണ് ഇത് നിർത്തലാക്കിയത് എങ്കിൽ കൂടി അതിൻ്റെ കാരണം കോവിഡ് ആയിരുന്നില്ല, ഗാൽവാൻ സംഘർഷമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിർത്തി അത് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഈ 3 പ്രശ്നങ്ങൾ, അതായത് ലോൺ ആപ്പുകളും അതുപോലെ തന്നെ മറ്റ് ആപ്പുകളുമൊക്കെ ചൈനയുടെ ഈ വിവരം ചോർത്തലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില സങ്കീർണതകളാണ്.
ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അതിലും ചില രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലായി വിമാന സർവീസ്, അതും അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷമാകാം എന്ന് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. പക്ഷേ അതിർത്തി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിർത്തിയിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ചാൽ ഒരുപക്ഷെ ചില മേഖലകളിലെങ്കിലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് ഊഷ്മളമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ചൈന താൽപ്പര്യം കാണിക്കുന്നുമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.